എന്താ കുമാരി മാഡം? ഹലോ, പറയൂ. നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ കാശ് 2 ദിവസം കൊണ്ട് തിരിച്ചു തരുമല്ലോ? അതെന്നെ, ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കാശ് തിരിച്ചു തരും സാറേ. അതെ, നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചാണ് 2 ദിവസത്തിൽ വേറൊരു പാർട്ടി കടം കൊടുക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നില്ലെങ്കിലേ എന്റെ വില ചീത്തയാവുക, അത് ഓർമ്മയുണ്ടാണോ? ഇത് നോക്ക് സാറേ, നിങ്ങൾക്ക് തരാനുള്ള കാശിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മകളുടെ അടുത്തേക്ക് വന്നത് തന്നെ. ഞാൻ എങ്ങനെയെങ്കിലും മുഴുവൻ പണവും റെഡിയാക്കി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നേക്കാം. ആ ശരി ശരി, നോക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി 2 ദിവസത്തിൽ എന്റെ കാശ് തിരിച്ചു വന്നില്ലെങ്കിലല്ലോ നാട്ടുകാരുടെ മുമ്പില് വെറുതെ നാണം കെടേണ്ടി വരും. പിന്നെ എന്നോട് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല മാഡം. 2 ദിവസത്തിൽ നാട്ടിലേക്ക് തിരിച്ചെത്തില്ലേ, വന്നിട്ട് എന്നെ വിളിക്കേ. ഞാൻ വീട്ടിലേക്ക് വന്ന് കാശ് വാങ്ങിച്ചോളാം, മനസ്സിലായോ? ശരി സാറേ, 2 ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പൈസ തന്നേക്കാം. ശരി മാഡം, പറഞ്ഞാലേ പറഞ്ഞോണ്ടിരിക്കില്ലേ. എത്രയും പെട്ടെന്ന് കാശ് തിരിച്ചു തരാൻ നോക്കൂ. എന്റെ കാശ് വന്നില്ലെങ്കിലേ പിന്നെ നിങ്ങൾ റോഡിൽ നിൽക്കേണ്ടി വരും. ഇല്ലെന്നേ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ എന്തായാലും പൈസ തിരിച്ചു തരും. ആ ശരി ശരി, നോക്കാം. അയ്യോ, ആരാ എന്താന്ന് പോലും അറിയാതെ ഞാൻ ഇവന്റെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചല്ലോ. 2 ദിവസം കൊണ്ട് എങ്ങനെ 10 ലക്ഷം കൊടുക്കുക? മനസ്സിലാവുന്നില്ലല്ലോ. അല്ല എന്താ ഇത്, അപ്പോഴേക്കും ചായ ഉണ്ടാക്കിയോ? ആ അതേട്ടാ, ദാ കുടിച്ചോളൂ. അല്ല അതൊക്കെ പോട്ടെ, അമ്മയ്ക്ക് നീ ചായ കൊടുത്തായിരുന്നോ? ഇല്ല, കൊടുത്തിട്ടില്ല. ശരി, അതിങ്ങിതാ ഞാൻ കൊടുക്കാം. ഏയ് സാരമില്ല, ഞാൻ തന്നെ കൊണ്ടേ കൊടുത്തോളാം. എന്താ നിന്റെ അമ്മയ്ക്ക് ഞാൻ ചായ കൊണ്ട് കൊടുക്കാൻ പാടില്ലേ? ശരി, നിങ്ങൾ തന്നെ കൊണ്ടേ കൊടുക്ക്. അമ്മേ, ഇന്ന് ഈ ചായ കുടിക്കേ. അയ്യോ, എന്താ ഇത്? എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? അവിടെ കനക ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ വിളിച്ചാ ഞാൻ വരുമായിരുന്നില്ലേ? അല്ല അതെന്താ അമ്മേ, ഞാൻ ചായ എടുത്തിരുന്നാൽ അമ്മ കുടിക്കില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല. മോനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതൊന്നും സാരമില്ല, അമ്മ കുടിക്കേ. ആ, വാ മോളെ, ഇരിക്ക്. എന്തു പറ്റി അമ്മേ? അമ്മ എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നെ? ഒന്നുമില്ല മോളെ. അമ്മേ, അമ്മ എപ്പോഴാ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ നിൽക്കുന്നേ? എന്താ മോളെ, എന്താ അങ്ങനെ ചോദിച്ചേ? എന്തു പറ്റി? അയ്യോ ഒന്നുമില്ല അമ്മേ. അമ്മ ഇവിടെ നിൽക്കുന്നത് വരെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരവും വെച്ച് വിളമ്പി തരാന്ന് വിചാരിച്ചിട്ടാ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചത്. ആ, അങ്ങനെയാണോ? 2 ദിവസം കൂടി ഇവിടെ താമസിച്ച് പോകാന്ന് വിചാരിക്കുകയാണ്. അതെയോ? ശരി. എന്തു പറ്റി മോളെ? നിങ്ങൾക്ക് 2 പേർക്കും ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നും ഇല്ല അമ്മ, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അമ്മ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ശരി, അമ്മ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി ടിഫിൻ ഉണ്ടാക്കാം. ഹും. ഏട്ടാ, അമ്മ ഒരു 2 ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് നാട്ടിലേക്ക് പോകുന്നാ പറഞ്ഞത്. ഞാൻ ഇപ്പൊ അമ്മയോട് അതിനെപ്പറ്റി സംസാരിച്ചതേ ഉള്ളൂ. എടി, നിനക്ക് വല്ല വിവരമുണ്ടോ? നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാവോ? അയ്യോ, നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. അമ്മ ഇനി എത്ര ദിവസം അവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ പോയി ചോദിച്ചത്. അതിന് വന്നാൽ ഉടനെ അങ്ങനെ ചോദിക്കണം? ഇങ്ങനെ നീ പെട്ടെന്ന് അമ്മയോട് ചോദിക്കുമ്പോ അമ്മ എന്തായിരിക്കും വിചാരിക്കുക? അല്പം ചിന്തിച്ചൊക്കെ ചോദിക്കേ. ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ ഏട്ടാ. വെറുതെ ആണെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല, കേട്ടല്ലോ? ശരി ഏട്ടാ. ബിരിയാണി നന്നായിട്ടുണ്ട് മോളെ. നീ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുമ്പോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അമ്മേ, ഇവളിതൊക്കെ യൂട്യൂബിൽ കണ്ടു പഠിച്ചതാണ്. ഇപ്പൊ പാചകത്തില് ഇവളെ തോൽപ്പിക്കാൻ ആരുമില്ല.
അങ്ങനെയാണോ? അത് കൊള്ളാലോ. അമ്മയുടെ മരുമോൻ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ. എന്നെ എപ്പോ നോക്കിയാലും പൊക്കി പറയും. കനക, ഉം? ഞാൻ എന്റെ ഫ്രണ്ടിനെ വീട് വരുന്ന പോയിട്ട് വരാവേ. ആ ശരി ഏട്ടാ. ഉം. ഹലോ. ഹലോ മാഡം, നിങ്ങൾ എത്ര തവണ വിളിക്കുക? ഫോൺ വിളിച്ചാ ഒന്ന് എടുത്തൂടെ? അത് എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 2 ദിവസത്തിനകം തരാന്ന്. ഹലോ കുമാരി മാഡം, ശബ്ദം കുറച്ച് കൂടുന്നുണ്ടല്ലോ. അതെ, ഈ മാസവും കാശ് തന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എനിക്ക് തരേണ്ട കാശേ 11 ലക്ഷമായിരിക്കും. നിങ്ങളെന്താ കളിക്കാണോ? സാറേ, ഇത്രയും ദിവസം ക്ഷമിച്ചില്ലേ? ഇനി 2 ദിവസം കൂടി ക്ഷമിച്ചൂടെ? നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാ ഞാൻ എന്ത് മറുപടി പറയാനാ? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. അതെ, എനിക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല. 2 ദിവസം കൊണ്ട് എന്റെ കാശ് എന്റെ കൈക്ക് എത്തിയില്ലെങ്കിലേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി നാട്ടിലോട്ട് നിർത്തേണ്ടി വരും. പിന്നെ നിങ്ങളുടെ മാനം കപ്പല് കയറും. നോക്ക് സാറേ, എന്റെ തല പണയം വെച്ചിട്ടായാലും ശരി, നിങ്ങളുടെ പണം ഞാൻ തിരിച്ചു തന്നിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്ന എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലെന്നേ. ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. ശരി ശരി, കാശ് റെഡിയാക്കിട്ടെ എന്നെ വിളിക്ക്. ആ ശരി സാറേ. എന്തുപറ്റി അമ്മേ? എന്താ പ്രശ്നം? അമ്മ ആരോടോ ടെൻഷനായിട്ട് സംസാരിക്കുന്ന തോന്നി. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചതാ, അവരോടാ സംസാരിച്ചത്. ഓ, അങ്ങനെയാണോ? ശരി അമ്മേ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വീട് വരുന്ന പോയിട്ട് വരാം. ശരി, പോയിട്ട് വരൂ. കനക, ആ അതാ വരുന്നു ഏട്ടാ. ആ പറഞ്ഞു ഏട്ടാ. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാവേ. നിനക്ക് ടിഫിൻ കഴിച്ചിട്ട് പോവാം. വേണ്ട സാരല്ല, എനിക്കിന്ന് ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. പെട്ടെന്ന് പോയേ പറ്റൂ. ശരി ഏട്ടാ. അല്ല, അമ്മ എവിടെ? ആ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അമ്മേ, അമ്മേ. ആ, ഇപ്പൊ വരാം മോളെ. ആ, പറയൂ മോനെ. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം അമ്മേ. ശരി, സൂക്ഷിച്ചു പോയിട്ട് വരൂ. ശരി അമ്മേ. ബൈ കനക. ബൈ ഏട്ടാ. കനകെ, എന്താ ഒന്ന് വരുമോ? എനിക്ക് സംസാരിക്കണം. വാ. എന്താ അമ്മ? കാര്യം പറഞ്ഞു. കനകെ, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ മോളെ? എന്തു പറ്റി അമ്മേ? അമ്മയുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ഡോക്ടറെ ചെന്ന് കാണാം. അയ്യോ, അങ്ങനെയൊന്നും അല്ല മോളെ. അപ്പൊ പിന്നെ എന്താ കാര്യം അമ്മേ? അത് നിന്റെ കല്യാണത്തിന് വേണ്ടി 7 ലക്ഷം രൂപ ഞാൻ പലിശക്ക് എടുത്തിരുന്നില്ലേ? ആ അതെ. അത് ഇപ്പോ പലിശയും മുതലും ചേർന്ന് 10 ലക്ഷത്തിൽ കൂടുതലായി മോളെ. കടം തന്നവര് എന്നെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല മോളെ. 2 ദിവസം മുമ്പ് അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് വന്ന് വഴക്കുണ്ടാക്കി പോയി. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മളെ അപമാനിച്ചിറക്കി വിടുമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടുത്തെ വലിയൊരു റൗഡിയാ മോളെ. അവൻ വീണ്ടും വന്ന് ബഹളം വെച്ചാലോന്ന് ഓർത്ത് പേടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എത്രയും വേഗം പണം കൊടുത്തില്ലെങ്കിൽ അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെയോ? ഇത്രയൊക്കെ സംഭവിച്ചായിരുന്നോ? ഇതൊക്കെ എന്തുകൊണ്ട് അമ്മേനോട് നേരത്തെ പറയാഞ്ഞ്? പല പ്രാവശ്യവും നിന്നോട് പറയണമെന്ന് തോന്നും. എന്നാൽ നിന്നോട് പറഞ്ഞ് വെറുതെ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നോർത്താ പറയാതിരുന്നത് മോളെ. അയ്യോ, ഇതിലെന്ത് ബുദ്ധിമുട്ടാ ഉള്ള അമ്മ? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാറുന്നില്ലേ? ശരി അമ്മ, ഇപ്പൊ ആ കടം വീട്ടാൻ നമ്മൾ എന്താ ചെയ്യാ? നീ എങ്ങനെയെങ്കിലും എനിക്ക് 10 ലക്ഷം രൂപ റെഡിയാക്കി തരുമോ മോളെ? എന്താ അമ്മ, എന്റെ അടുത്ത് എവിടുന്ന് അത്രയും കാശ്? എന്നെ കൊണ്ട് ആരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കാനും പറ്റില്ല. ഇത് നോക്ക് കനകെ, ഞാൻ നിന്നോടല്ല ചോദിച്ചത്, മോനോട് പറഞ്ഞൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അമ്മ, അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രം 10 ലക്ഷം രൂപ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ?
10 ലക്ഷം രൂപയൊന്നും അദ്ദേഹത്തെ കൊണ്ട് റെഡിയാക്കാൻ പറ്റില്ല. 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ പറ്റുമെന്ന് പറയാം. 10 ലക്ഷം ഒക്കെ റെഡിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തിനും നീ ഒന്ന് മോനോടൊന്ന് ചോദിച്ചു നോക്ക് മോളെ. അദ്ദേഹത്തോട് എന്തായാലും എന്നെ കൊണ്ട് അതൊന്ന് ചോദിക്കാൻ പറ്റില്ല അമ്മ. ആ, അദ്ദേഹം എന്തായാലും വൈകിട്ട് വീട്ടിലേക്ക് തന്നെ വരുമല്ലോ. അമ്മ തന്നെ നേരിട്ട് ചോദിക്ക്. ഞാനോ? ഉം. ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ മോൻ എന്നെ തെറ്റിദ്ധരിക്കില്ലേ മോളെ? അമ്മ, അദ്ദേഹം ഒന്നും വിചാരിക്കില്ല. ഞാൻ പറയുന്നതിനേക്കാളും അമ്മ തന്നെ നേരിട്ട് പറഞ്ഞാലേ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവൂ. എന്തായാലും ഒന്ന് അദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം അമ്മ ഒന്ന് സംസാരിച്ച് നോക്ക്. അദ്ദേഹം എന്താ പറയാന്നൊന്ന് നോക്കാലോ. ആ ശരി മോളെ, മോൻ വന്നതിന് ശേഷം ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ഉം.